ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ MVD AI ക്യാമറയിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ക്യാമറയിൽ ഫൈൻ കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഓവർ സ്പീഡാണ്. ഓവർ സ്പീഡ് MVD AI ക്യാമറയിൽ പെട്ടെന്ന് തന്നെ കൊടുക്കും. നമ്മുടെ കേരള നിരത്തുകളിൽ ഓരോ വാഹനത്തിനും എത്രയൊക്കെയാണ് സ്പീഡ് ലിമിറ്റ് എന്നുള്ള ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മുകളിലത്തെ ലിങ്ക് ഉപയോഗിച്ചിട്ട് കാണാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹെൽമെറ്റ് ഇല്ലാതെ ഇരുചക്ര വാഹനം ഓടിക്കുക എന്നുള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ക്യാമറയിൽ കുടുങ്ങുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഹെൽമെറ്റ് വെച്ചിട്ട് തന്നെ ഓടാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇരുചക്ര വാഹനങ്ങളിൽ 2ൽ കൂടുതൽ ആളുകളെ വെച്ച് ഓടിക്കുക. ഇതും പെട്ടെന്ന് തന്നെ ക്യാമറയിൽ കുടുങ്ങുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അടുത്ത കാര്യം എന്ന് പറയുന്നത് 4 ചക്ര വാഹനങ്ങളിൽ സീറ്റ് ബെൽറ്റ് ഇല്ലാതെ ഓടിക്കുക എന്നുള്ളതാണ്. ഇതും ക്യാമറയിൽ പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് അടുത്ത കാര്യം എന്താണെന്ന് നോക്കാം. അടുത്തത് എന്ന് പറയുന്നത് വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇതും വളരെ സിമ്പിളായി തന്നെ ക്യാമറക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് എന്ന് പറയുന്നത് വളരെ റാഷായിട്ട് വണ്ടി ഓടിക്കുക. അതായത് വണ്ടികളിൽ ഓരോ അഭ്യാസ പ്രകടനങ്ങൾ കാണിക്കുക, മനുഷ്യജീവന് അപകടപ്പെടുത്തുന്ന രീതിയിലുള്ള വാഹനം ഓടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ട്രാഫിക് സിഗ്നൽ ലംഘനമാണ്. നമ്മളിപ്പോൾ സിഗ്നലിലൊക്കെ നിന്നിട്ട് അത് സിഗ്നലിൻ്റെ റൂൾസ് ഒന്നും അനുസരിക്കാതെ വണ്ടി ഓടിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അടുത്തത് വരുന്നത്. ഇനിയുള്ള കാര്യങ്ങളാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. ഇത് നമുക്ക് വണ്ടി നമ്പർ കിട്ടിയാൽ മാത്രം തന്നെ ഒരുപാട് പണം ഒന്നിച്ച് ഫൈൻ അടക്കേണ്ട ഒരു അവസ്ഥ വരുന്നൊരു സിറ്റുവേഷനാണിത്. അതായത് നമ്മുടെ വണ്ടി നമ്പർ ചെക്ക് ചെയ്താൽ നമ്മുടെ ഇൻഷുറൻസ് തെറ്റിയിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതിന് ഫൈൻ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ മറ്റു കുറേ കാര്യങ്ങളുണ്ട്, ഒക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതുപോലെ നമ്മുടെ വണ്ടിയുടെ നമ്പർ കിട്ടിയാൽ അറിയാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് പൊല്യൂഷൻ ടെസ്റ്റ്. നമ്മുടെ വണ്ടിയുടെ സ്മോക്ക് ടെസ്റ്റ് ഒക്കെ എക്സ്പയർ ആയി പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വണ്ടി നമ്പർ കിട്ടിയാൽ അവർക്ക് വളരെ സിമ്പിളായിട്ട് ലഭിക്കും. അപ്പോൾ അതിനും ഫൈൻ വരും. ഇതുപോലെ തന്നെ വണ്ടി നമ്പർ കിട്ടിയാൽ ലഭിക്കുന്ന മറ്റൊരു കാര്യമാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. വണ്ടിയുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എക്സ്പയർ ആയി പോയിട്ടുണ്ടെങ്കിൽ വണ്ടി നമ്പർ അടിച്ചൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അതിനും ഫൈൻ വരാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ തന്നെ വണ്ടി നമ്പർ കിട്ടിയാൽ ചെക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് വണ്ടിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ഇതും എക്സ്പയർ ആയി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫൈൻ വരും. അപ്പം എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തത് ക്യാമറയിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വണ്ടി മോഡിഫൈ ചെയ്യുക എന്നുള്ളത്. നമുക്ക് ഇല്ലീഗലായിട്ടുള്ള രീതിയിലുള്ള എല്ലാ മോഡിഫിക്കേഷൻസും തന്നെ പിടിക്കും. മോഡിഫിക്കേഷൻസ് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഈ ക്യാമറയിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. വാഹനങ്ങൾക്ക് സൈഡ് മിറേഴ്സ് ഇല്ലാതെ ഓടിക്കുക, നമ്പർ പ്ലേറ്റ് ഇല്ലീഗലായിട്ട് അതിൻ്റെ സൈസുകളൊക്കെ മാറ്റം വരുത്തുക, ഇങ്ങനെ ഒരുപാട് മോഡിഫിക്കേഷൻസ് ഉണ്ട്. ടയർ മാറ്റുക, വണ്ടിയുടെ കളർ മാറ്റുക, അങ്ങനെ ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള ഇഷ്ടം പോലെ മോഡിഫിക്കേഷൻസ് ഉണ്ട്. അത് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് ഫൈനും വരാൻ ചാൻസ് ഉണ്ട്. നമ്മളപ്പോൾ ഇത്രയും നേരം സംസാരിച്ചത് AI ക്യാമറയിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എത്രയൊക്കെ നല്ല അടിപൊളി സാങ്കേതിക വിദ്യയാണെന്ന് പറഞ്ഞാലും ചില കാര്യങ്ങൾ ഈ ക്യാമറയ്ക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് വണ്ടി ഓടിക്കുന്ന ആൾക്ക് ലൈസൻസ് ഉണ്ടോ എന്നുള്ള കാര്യം. അതൊന്നും ഒരു ക്യാമറയ്ക്ക് ഒരിക്കലും ചെക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ വണ്ടിയുടെ ശബ്ദം, നമ്മൾ ചിലവരൊക്കെ മോഡിഫൈ ചെയ്തിട്ട് വണ്ടിക്ക് നല്ല ശബ്ദം കൂട്ടിയിട്ടുണ്ടാവും, അതൊന്നും ക്യാമറയ്ക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ തന്നെ വണ്ടി ഓടിക്കുന്ന ആൾ മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം, അയാൾ അബോധാവസ്ഥയിലാണോ വണ്ടി ഓടിക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ക്യാമറയ്ക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ വണ്ടിയിൽ എന്തെങ്കിലും ഇല്ലീഗലായിട്ടുള്ള വസ്തുക്കൾ കടത്തുന്നുണ്ടോ, അതായത് ഡ്രഗ്സ്, അങ്ങനെ ഇല്ലീഗലായിട്ടുള്ള എന്തെങ്കിലും കള്ളക്കടത്ത് സാധനങ്ങൾ കടത്തുന്നുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരിക്കലും ഒരു ക്യാമറക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയുമാണ് MVDയുടെ AI ക്യാമറയ്ക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതും പറ്റാത്തതും. അപ്പോൾ MVDയുടെ ക്യാമറ ഏതൊക്കെ ലൊക്കേഷൻസിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ ലിങ്ക് ഉപയോഗിച്ച് കാണാവുന്നതാണ്. അതുപോലെ നമ്മുടെ വണ്ടിക്ക് ഫൈൻ വന്നിട്ടുണ്ടോ എന്ന് ഓൺലൈനായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. ഈ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ കാണാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും വണ്ടികളൊക്കെ ഓടിക്കുമ്പോൾ നിയമങ്ങളൊക്കെ പാലിച്ചിട്ട് വളരെ സേഫായിട്ട് ഓടിക്കുക. ഫൈൻ അടക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, അപകടങ്ങൾ ഒഴിവാക്കുക,
നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ.